രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത നീക്കങ്ങളെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിനിടെ 2 മന്ത്രിമാർ ഇറങ്ങിപ്പോയി. ഇതോടെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് എതിരായ നീക്കങ്ങൾ വിമതചേരി സജീവമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. സുവി, ഇപ്പോൾ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ആയിരുന്നു എങ്കിൽ പോലും ആശ്വസിക്കാനൊന്നുമില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അഭിലാഷ്, ഹിമാചലിലെ കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും AICC നിരീക്ഷകർ അവിടെ എത്തിയ ഒരു സാഹചര്യത്തിൽ. എന്നാൽ അതിന് ഒട്ടും മാറ്റമില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. ഇന്നലെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അതിൽ നിന്ന് 2 മന്ത്രിമാർ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുഖ്വീന്ദർ സിംഗിനെതിരായ നീക്കങ്ങൾ വിമതചേരി ശക്തമാക്കുന്നതിന്റെ ലക്ഷണമാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പരസ്യമായ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ PCC അധ്യക്ഷ പ്രതിഭ സിംഗ് ഈ BJPയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിനേക്കാൾ ഭേദം BJP സർക്കാരാണ്, കേന്ദ്രത്തിലെ BJP സർക്കാരാണ് എന്ന പ്രസ്താവനയാണ് അവർ പറയുന്നത്. ഏതായാലും വിമത പക്ഷം പറയുന്നത് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗിനെ മാറ്റാതെ ഒരു നീക്കത്തിലേക്കും ഇല്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വിഭാഗം. ഒപ്പം തന്നെ ഈ പരസ്യമായ പ്രതികരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം ഈ 6 MLA-മാരെ അയോഗ്യരാക്കിയ നടപടിയിൽ നിയമ നടപടിക്കും ഈ വിമത പക്ഷം നീക്കം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത് ഈ മഹാഗഡ്ബന്ധന്റെ നേതൃത്വത്തിൽ ഉള്ള റാലി നടക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ സുബി. അത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ശക്തി പ്രകടനമായി മാറിയേക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ആരൊക്കെ പങ്കെടുക്കുമെന്നതിൽ ഉൾപ്പെടെ വ്യക്തതയുണ്ടോ? അഭിലാഷ്, കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉള്ളത്. മഹാഗഡ്ബന്ധൻ റാലി ഇന്ന് നടക്കുകയാണ്. ഇതിനെ വിലയിരുത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ റാലി എന്ന തരത്തിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ, ഒപ്പം ഇടതു നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ ഈ റാലിയിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാറിലെ പാറ്റ്നയിലാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നിതീഷ് കുമാർ പോയ ഒരു സാഹചര്യത്തിലാണ് പാറ്റ്നയിൽ ഇത്തരത്തിൽ ഒരു റാലി സംഘടിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ശക്തി പ്രകടനം എന്ന രീതിയിൽ തന്നെയാണ് ഈ റാലി നടത്തുന്നത്. റാലിയിൽ ലാലു പ്രസാദ് യാദവ്, അതുപോലെ തന്നെ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10,000-ഓളം പേരെ ഈ റാലിയിൽ അണിനിരത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും ഇന്ന് നടക്കുന്ന റാലി. ദേശീയ തലത്തിലെ 2 പ്രധാനപ്പെട്ട നീക്കങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കർഷകരുടെ പ്രതിഷേധം, അതിൽ ഇന്ന് നിർണായകമായ ദിനമാണ്. കാരണം ഈ പ്രതിഷേധത്തിന്റെ ഭാവി എന്ത് എന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഇന്നായിരിക്കും കർഷകർ സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ കർഷക കൂട്ടായ്മ തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലമാണ് ഉള്ളത്.